ഏരീസ് ഗ്രൂപ്പ് നിർമ്മിച്ച് അരുൺ വെൺപാല സംവിധാനം ചെയ്ത കർണിക ഹൊറർ ത്രില്ലർ മൂവി പ്രേക്ഷകരുടെ മികച്ച അഭിപ്രായം നേടി പ്രദർശനം തുടരുന്നു. ഈ സിനിമയിൽ നിന്ന് ലഭിക്കുന്ന മുഴുവൻ വരുമാനവും വയനാട് ദുരന്തത്തിൽ കഷ്ടത അനുഭവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ചിലവഴിക്കും എന്ന പ്രത്യേകത കൂടി കർണികയെ ജനപ്രിയമാക്കുന്നു. കാണാം റിപ്പോർട്ട്. ഏജന്റ് ന്യൂസ് ഇപ്പോൾ വന്ന് എത്തി നിൽക്കുന്നത് ആലക്കോട് ഫിലിം സിറ്റി തിയേറ്ററിൻ്റെ മുന്നിലാണ്. ഇന്ന് ഞങ്ങൾ ഒരു സിനിമയുടെ ഒരു കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. കർണിക എന്ന് പറയുന്ന ഒരു ഹൊറർ ത്രില്ലർ മൂവി ഏരിയാസ് ഗ്രൂപ്പ് സോഹൻ റോയ് നിർമ്മിച്ച് നവാഗത സംവിധായകനായ അരുൺ വെൺപാല തിരക്കഥ സംഭാഷണ സംവിധാനം നിർവഹിച്ച് കഴിഞ്ഞ ആഴ്ച കേരളത്തിലെ അത്യാവശ്യം എല്ലാ തിയേറ്ററുകളിലും റിലീസായ കർണിക എന്ന് പറയുന്ന ആ മൂവി ഇന്നിവിടെ കളിക്കുകയാണ്. രണ്ടാം വാരത്തിൽ ഇവിടെ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ആൾക്കാരൊക്കെ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് അവരോട്, ഇവിടുത്തെ പ്രേക്ഷകരോട്, ജനങ്ങളോട് തന്നെ ചോദിക്കാം ഈ മൂവിയെക്കുറിച്ച്. ഈ മൂവി എന്താണ്, ഈ മൂവി ഞങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ മൂവി കിട്ടുന്ന എല്ലാ തുകയും വയനാട് ദുരിതം അനുഭവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി, ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ സിനിമയിൽ കിട്ടുന്ന ഓരോ രൂപയും ചിലവഴിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇറങ്ങുന്ന പ്രേക്ഷകരോട് തന്നെ ചോദിക്കാം ഈ സിനിമ എങ്ങനെയുണ്ട്. ഒരുപാട് പുതുമുഖങ്ങളെ അണിനിരത്തിയിട്ടാണ്, വലിയ താര വാല്യൂ ഇല്ലാതെ പുതുമുഖങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ഈ കർണിക മൂവി എങ്ങനെയുണ്ടെന്ന് ഇവിടുത്തെ പ്രേക്ഷകരോട് തന്നെ ചോദിക്കാം. വാ. ആ തകർച്ചയ്ക്ക് ആഘാതം കൂട്ടുന്ന തരത്തിലായിരുന്നു മനയിലെ അടുത്ത കൊലപാതകം. ഇന്നലെ രാത്രി ഒരു 12 മണിയേക്കാം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമായിരുന്നു. അപ്പോഴാണ് വീട്ടിൽ നിന്ന് സ്വാമി സാറിൻ്റെ ഉച്ചത്തുള്ള കരച്ചിൽ കേട്ടത്. ആ സമയത്ത് അവളുടെ മുഖത്ത് ഞാൻ അതുവരെ കാണാത്ത എന്തോ അടിപൊളിയായിരുന്നു. കുഴപ്പമില്ല. വിഷ്വലി നല്ല, പിന്നെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ അടിപൊളിയാണ്. പേടിച്ചോന്ന് ചോദിച്ചാ ലാസ്റ്റ് കുറച്ച് കുഴപ്പമൊന്നുമില്ല. അടിപൊളി സൂപ്പർ സിനിമയാണ്. സൂപ്പറാണ്. എന്താണ് ഇഷ്ടപ്പെട്ടത്? ലാസ്റ്റ് സ്വാമിമാരെ കേൾക്കില്ലേ, അങ്ങനെ നമ്മളെല്ലാം കണ്ടു. അടിപൊളി. അപ്പൊ എന്താ പ്രേക്ഷകരോട് പറയാനുള്ളത്? സിനിമ കാണാൻ വരണം. ഓക്കെ. അപ്പൊ കർണിക സിനിമ മൂവി കാണാൻ വേണ്ടി എല്ലാവരും വരണമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞ പടം കുഴപ്പമില്ല. അടിപൊളി. അപ്പൊ കർണിക എങ്ങനെയുണ്ട്? ഉഷാറായിരുന്നു. എന്താണ് ഇതിനകത്ത് ഇഷ്ടപ്പെട്ടത്? ഇതിനകത്ത് അഭിനയം ആർട്ടും എല്ലാം ഉഷാറായിരുന്നു. ഇത് പുതുമുഖങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. സ്റ്റാർ വാല്യൂലൊന്നുമില്ല, പുതുമുഖങ്ങളാണ് വെച്ചിട്ടാണ് സംഭവിച്ചാറാണ്. ഉഷാറായി. അതന്നെ, ഇതിപ്പോ വലിയ സ്റ്റാറുകളൊന്നും ഇല്ലാതെ ചെറിയ, പിന്നെ അധികം ശ്രദ്ധിക്കപ്പെടുന്നില്ലാത്ത പുതുമുഖങ്ങളെ വെച്ചിട്ട് ഇത്രയും നല്ല രീതിയിൽ ഒരു പടം ചെയ്തെന്ന് വെച്ചാൽ വലിയ കാര്യമാണ്. ചില വലിയ സ്റ്റാറുകളൊന്നുമില്ല, പക്ഷേ ഇപ്പൊ പടം എവിടെയും ലാഗില്ല, കണ്ടിരിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ പടം പൊട്ട്, എവിടെയും ബോറടിക്കുന്ന രീതിയിലൊന്നുമില്ല. എല്ലാം പുതുമുഖങ്ങളെ എന്നിട്ട് നല്ല രീതിയിൽ ത്രില്ലിംഗ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇൻവെസ്റ്റിംഗ് ത്രില്ലിംഗ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് പടത്തിൽ. നല്ല രീതിയിൽ ഇവിടെ കുറെ ഫാമിലി ഒക്കെ ഉണ്ട്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു. നല്ല സിനിമ. അടിപൊളി. അടിപൊളി. നല്ല സിനിമ. അടിപൊളി. സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് പറയാനല്ലേ? എല്ലാവരും വന്ന് സിനിമ കാണണം. നല്ല സിനിമയാണ്, എല്ലാവരും വന്ന് കാണണം. അപ്പോൾ നമ്മുടെ ഡയറക്ടർ സാർ അരുൺ വെൺപാല അടിപൊളിയാണ്. ഇവിടെയുള്ള മലയോര ജനതക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട് സിനിമയായ കർണിക മാറിയിരിക്കുകയാണ്. എന്താ പറയാനല്ലേ? നല്ല സൂപ്പർ സിനിമ. ഈ അടുത്ത കാലത്ത് ഇങ്ങനെ ഒരു മൂവി ഒട്ടും പ്രതീക്ഷിക്കാത്ത നല്ലൊരു ഫിലിമാണ്. ത്രില്ലറാണ്, ഒരു സസ്പെൻസോട് കൂടി കാണാൻ പറ്റിയ ഒരു മൂവിയായിരുന്നു. പിന്നെ ക്യാമറ, അതുപോലുള്ള ആർട്ട് വളരെ ഗംഭീരമായിരുന്നു. എല്ലാം ടോട്ടലി അടിപൊളിയായിരുന്നു. നല്ലൊരു ഫിലിം. ഇതിന് പ്രത്യേക ഒരു കാര്യമുണ്ട്. ഈ ഇതിനകത്ത് കിട്ടുന്ന തുക മൊത്തം അതറിഞ്ഞു. അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. കാരണം ഈ വയനാട്ടിലെ ദുരിത മേഖലയിലേക്കുള്ള ഒരു ഇത് സമർപ്പിക്കുന്നു പറയുമ്പോൾ അത് വലിയൊരു ചാരിറ്റികളായിട്ട് തന്നെ അരുൺ വെൺപാല, അതുപോലെ സോവൻ, എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു. ഏരിയസ് കമ്പനിയോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. പടം നന്നായിട്ട് ഇനിയും കണ്ട് വിജയിപ്പിക്കാം. എന്താണ് പറയാനുള്ളത്? അടിപൊളിയായിട്ടുണ്ട് പടം. തിരക്കേടില്ല. അങ്ങനെ ഒരു സസ്പെൻഷൻ ഒരു മൂവി എന്ന് പറയാം. ഗംഭീരമായിട്ടുണ്ട്. കാണേണ്ട പടം തന്നെയാണ്. എല്ലാവരും കാണേണ്ട പടം. അപ്പോൾ പ്രേക്ഷകരെ കേൾക്കുന്നുണ്ടല്ലോ, ഇതൊരു ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ കർണിക മൂവി ഇപ്പോൾ മലയാളത്തിൽ ഉൾപ്പെടെ, കേരളത്തിൽ ഉൾപ്പെടെ വിദേശത്ത് വരെ ഇന്ന് പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകരൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് കർണിക മൂവിയെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഓക്കെ.
ഇനിയും കാണുന്നൊരു മോഹമുണ്ട്, ഒന്നും കൂടി കാണണം. ഓക്കെ, അപ്പോൾ കണ്ടിറങ്ങിയവർ പറയുന്നത് ഇനിയും കാണണമെന്ന് മോഹമുണ്ട് എന്നാണ്. സൂപ്പർ സിനിമയാണ്. കാരണം എന്താ വെച്ചാൽ അതിനുള്ള ക്ലൈമാക്സ് എന്താ വെച്ചാൽ നമ്മൾ അടുത്ത് തന്നെ വരുന്നത് ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുമായിരുന്നു. അതുകൊണ്ട് പിടിച്ചിരുത്തി കളഞ്ഞു. ഇരുത്തി ഗംഭീരമാണ്. ഏതൊക്കെ കാര്യങ്ങളാണ് സിനിമയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? സിനിമയിലെ ആദ്യം മുതലേ എല്ലാ ഭാഗങ്ങളും വളരെ ഇഷ്ടപ്പെട്ടു പോയി. കാരണം വെച്ചാൽ അടുത്ത് വരുന്ന എന്നാ വരുന്നത് നമ്മളിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുമായിരുന്നു. എവിടെ വരുന്നത്? ഞാൻ ചെമ്പന്തട്ടി. അപ്പോൾ ചെമ്പന്തട്ടിക്ക് വരികയാണ്. എന്താ പേര്? മനോജ്. എങ്ങനെയുണ്ട് സിനിമ? നല്ല സിനിമയായിരുന്നു. പക്ഷെ മലയാള സിനിമ എന്താണെന്നുള്ളത് കാണിച്ചു തന്നൊരു സിനിമയായിരുന്നു ഇത്. താരവാല്യൊന്നും ഇല്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു. അത് ഇതിന്റെ സെക്കൻഡ് നമ്മൾ കാത്തിരിക്കുന്നത്, വെയിറ്റിംഗ് ചെയ്യുന്നത്. അപ്പോ ഡയറക്ടർ സാർ എന്തായാലും ഇതിന്റെ സെക്കൻഡിന് വേണ്ടിയിട്ടും ഇവിടുത്തെ പ്രേക്ഷകർ മലയാളത്തെ കാത്തിരിക്കുകയാണ് അല്ലേ? കാത്തിരിക്കുകയാണ്. ഞങ്ങൾ ഇതിന്റെ സെക്കൻഡ് കാത്തിരിക്കുകയാണ്. സൂപ്പർ. എന്താ പേര്? ജീസൺ. എങ്ങനെ പടം കുഴപ്പമില്ല, നല്ല പടമാണ്. ഗംഭീരമാണ്. കാരണം ഒരു സ്റ്റാർസ് വന്ന് അഭിനയിക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ എഫക്റ്റീവായി. കാരണം ഒത്തിരി പൈസ മുടക്കിയിട്ട് പല ആൾക്കാരും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് കാര്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാൻ പലരെയും ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ വളരെ നന്നായിട്ടുണ്ട്. നേരത്തെ കർണൻ എന്ന് പറഞ്ഞ കഥാപാത്രം ആൾ പൊളിയോ, ഒന്നും പറയാനില്ല. വളരെ നല്ല രീതിയിൽ വ്യത്യസ്തമാണ്. നല്ല പടമാണ്. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകർ പറഞ്ഞത് ഇങ്ങനത്തെ പടങ്ങൾ സ്റ്റാർസ് ഇല്ലാത്തത് കൊണ്ട് കാണാതിരിക്കരുത്. കാരണം ഇവരും കലാകാരന്മാരാണ്. അവരുടെ ആ അഭിനയ മികവ് മറ്റുള്ളവരും കൂടെ കണ്ടറിയണം. ഓ, അടിപൊളി. അപ്പോൾ ഇതിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഏരിയസ് കമ്പനി ഈ കർണിക മൂവിയിലെ എല്ലാ തുകയും ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. വയനാട് ദുരിതം അനുഭവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി. നല്ല കാര്യം. അതുകൂടി മുൻനിർത്തിക്കൊണ്ട് അതുകൂടി നല്ല സിനിമ ഈ ചാരിറ്റിയുടെ പേരിൽ മാത്രമല്ല, ആ സിനിമ നല്ല സിനിമയാണ്. കാരണം അഭിനയിച്ചവരൊക്കെ പുതുമുഖങ്ങളാണെങ്കിൽ പോലും കൂടി നല്ല രീതിയിൽ അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും കാണണം തീർച്ചയായും. കൂട്ടുകാരോടൊക്കെ പറയണം. ആയിക്കോട്ടെ. പടം എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി, സൂപ്പർ. ഏത് ഭാഗം ഇഷ്ടപ്പെട്ടെ? എനിക്ക് അതിനകത്ത് ലാസ്റ്റ് ഭാഗമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ലാസ്റ്റ് ഭാഗമാണ്. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? സിനിമ പൂർവാധികം മോശമൊന്നുമില്ല. അടിപൊളി. എവിടെ വരുന്നത്? നടുവിൽ ഉഷാറാണ്. ഇഷ്ടപ്പെട്ടു. AC തണുപ്പ് പിടിച്ചോ? ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? സിനിമ കൊള്ളായിരുന്നു. അടിപൊളിയാണ്. ഞാൻ നടുവിൽ. നല്ല സൗണ്ട് എഫക്റ്റ് എല്ലാം അടിപൊളി. അപ്പൊ പ്രേക്ഷകരോട് എന്താ പറയാ? സിനിമ എല്ലാവരും വന്ന് കാണണം, അത് തന്നെ പറയാനുണ്ട്. ഇതിപ്പോ ഇവര് ഒരു പുതുമുഖങ്ങളായിട്ടുള്ള ആൾക്കാരാണ്. കംപ്ലീറ്റ് ആയിട്ട് പിന്നണിയിൽ പ്രവർത്തിച്ച ആൾക്കാരെല്ലാം എല്ലാവരും പുതിയ ആൾക്കാരാണെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. അങ്ങനെ ഒരു കേട്ടില്ല. വളരെ ഹൈപ്പിൽ കോടികൾ മുടക്കി സൂപ്പർ സ്റ്റാറിലെയും മെഗാ സ്റ്റാറിലെയും പടങ്ങൾ വന്നിട്ട് നമ്മൾ ഇടിച്ച് കയറി തിയേറ്ററിലേക്ക് വന്നിട്ട് ഒരു രീതിയിലും 2.5 മണിക്കൂർ തികച്ചിരിക്കാൻ പറ്റാതെ ഇറങ്ങി പോകേണ്ട സാഹചര്യങ്ങൾ എത്രയോ അടുത്ത കാലത്തായിട്ട് വന്നിട്ടുണ്ട്. അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇവരൊന്നും ഏതോ അങ്ങനെ കൂടുതൽ എക്സ്പീരിയൻസ് ഒന്നുമില്ലാത്ത മറ്റുള്ളവരുടെ അസോസിയേഷനായിട്ട് അങ്ങനെ കൂടുതൽ എക്സ്പീരിയൻസ് ഒന്നുമില്ലാത്ത ആൾക്കാർ അവരുടെ ഒരു ഉദ്യമം എന്നുള്ള രീതിയിൽ അംഗീകരിക്കപ്പെടേണ്ട 100% അംഗീകരിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓഡിയൻസ് ഇതിൽ വന്നിട്ട് കാണണമെന്ന് ഞാൻ പറയുന്നത്. എന്നുവെച്ചാൽ വലിയ പരസ്യങ്ങളില്ലാത്ത ഒരു കുഞ്ഞു സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ആ പടം ഒരു ലാഗ് ഇല്ലാതെ നല്ല രീതിയിൽ പിടിച്ചിരുന്നുണ്ട്. പുതുമുഖ അഭിനേതാക്കളാണ് ഭൂരിപക്ഷം ഉള്ളത്. അവരൊക്കെ നല്ല മോശമില്ലാത്ത രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ആ ലാസ്റ്റ് ഉള്ള ആ നായകനായിട്ടുള്ള അദ്ദേഹം, അതുപോലെ തന്നെ ആ വില്ലൻ വേഷം ചെയ്തിട്ടുള്ളവരൊക്കെ കുറച്ച് മികച്ച. ഭാവിയിൽ ചിലപ്പം ഇതിൻ്റെ അകത്തുള്ള പല ആൾക്കാരും മലയാള സിനിമയിലെ ഭാവി വാഗ്ദാനങ്ങളായിട്ട് തീർച്ചയായിട്ടും മാറിക്കൂടായില്ല. ആ രീതിയിലുള്ള ഒരു ഹിന്റ് തരുന്ന രീതിയിലുള്ള പ്രകടനം തന്നെയാണ് ഇതിൻ്റെ അകത്ത് മിക്കവാറും. അതിൽ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇത് ചാരിറ്റി ആയിട്ട് വയനാട് ദുരന്തബാധിത മേഖലയിലുള്ള ആൾക്കാർക്ക്, കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ ഇത് കൊടുക്കുന്നതാണ്. അവരുടെ മനസ്ഥിതിയും കൂടി നമ്മൾ പൊതുജനം കാണണമെന്ന് ഞാൻ പറയുന്നത്. പബ്ലിക് അവരുടെ ആ മനസ്സിന് ഒരു എന്താ പറയുക ബിഗ് സല്യൂട്ട്. അതിന് അവരുടെ ആ വലിയ മനസ്സിന് ഇങ്ങനെയുള്ള ഒരു സിനിമ ചെയ്തിട്ട് അതിൽ കിട്ടുന്ന ലാഭവിധം അവർക്ക് കൊടുക്കുന്ന അവർക്ക് ബിഗ് സല്യൂട്ടാണ്. ഐറിസ് ഗ്രൂപ്പിന് തീർച്ചയായിട്ടും. അപ്പോൾ ഐറിസ് ഗ്രൂപ്പിന് ബിഗ് സല്യൂട്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർ എന്തായാലും ആലക്കോട് ഫിലിം സിറ്റിയിൽ വരിക, സിനിമകൾ കാണുക. അപ്പോൾ എല്ലാം വളരെ ഭംഗിയായി പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ മലയോര മേഖലയിൽ ഏറ്റവും നല്ലൊരു ആർട്ട് ഡയറക്ടറാണ് നമ്മുടെ രാകേഷ് എന്ന് പറയുന്നത്. രാകേഷിൻ്റെ നാട് ഇവിടെ തന്നെയാണ്. അപ്പോൾ രാകേഷിനോട് തന്നെ നമുക്ക് ചോദിക്കാം ഇതിൻ്റെ സിനിമയുടെ ആർട്ട് വർക്കുകളും കാര്യങ്ങളും അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. എങ്ങനെ നമ്മുടെ ഇരിട്ടിയിലും അതുപോലെ തന്നെ പാലക്കാടും വേറെ എവിടെയായിരുന്നു? പാലക്കാട് നമ്മളെ കുറുമാത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മനയുണ്ടായിരുന്നു. അവിടെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ ഷൂട്ടുണ്ടായിരുന്നത് നമ്മളെ പാലക്കാട് കീഴൂർ മന എന്ന് പറയുന്ന സ്ഥലത്താണ്.
ഇതിൻ്റെ അകത്ത് ആർട്ട് ഡയറക്ടറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത്. നമുക്കൊരു വെല്ലുവിളി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഷം ചെയ്തില്ലേ? ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പാലക്കാട് തനിമയുള്ള ഒരു ഓട്ടോ ഡ്രൈവർ വെളുത്തിട്ടുള്ള അങ്ങനെയൊക്കെ ഒരു കൺസെപ്റ്റ് വന്നതിൻ്റെ പേരിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എന്തായാലും ആക്ടിങ് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളും കൂടെയാണ് ഞാൻ. മിമിക്രി ഫീൽഡിൽ നിന്നൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ ഈ ആർട്ട് ഡയറക്ടർ എന്നുള്ള ഞാൻ കുറച്ച് മൂവികൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. എങ്കിലും എൻ്റെ നാട്ടിൽ എൻ്റെ സ്വദേശത്ത് എനിക്ക് എത്തിക്കാൻ പറ്റിയ, തിയേറ്ററിൻ്റെ അടുത്ത് എത്തിക്കാൻ പറ്റിയൊരു മൂവിയാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഇതുപോലെയുള്ള ആൾക്കാർ കയറി വരാൻ ടാലൻ്റുള്ള കലാകാരന്മാർക്ക് ഏരിയസ് ഗ്രൂപ്പ് MD സോങ്ങൻ റോയ് സാർ, അയാൾക്ക് ഒരു വലിയ നമസ്കാരം പറയാതിരിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇത് 100% ചാരിറ്റി മൂവിയാണ്. അപ്പം നമുക്ക് വലിയ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വലിയ ടീമുകൾ, അതായത് വലിയ ഇപ്പം ഇതിൻ്റെ അകത്ത് തന്നെ ഈ സിനിമ എടുത്തു കഴിഞ്ഞാൽ അറിയാം, പ്രിയങ്ക നായർ, TG രവി ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാം തന്നെ പുതുമുഖങ്ങളാണ്. പുതിയ സംവിധായകനാണ് സിനിമ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സിനിമ നമുക്ക് ഇത്രയും നമുക്ക് രണ്ടാം ഭാരം എന്നുള്ള രീതിയിൽ നമുക്ക് എത്തിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. അപ്പോൾ ഇത് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സോഹൻ റോയ് സാർ ഇത് 100% ചാരിറ്റി ആയിട്ടാണ് ഈ സിനിമ ചെയ്യുന്നത്. 100ഓളം നമുക്ക് വയനാട്ടിൽ ഉണ്ടായിരുന്ന പിന്നെ രക്ഷിതാക്കൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ പിള്ളേരെ പഠിപ്പിച്ച് ജോലിയാകുന്ന വരെയുള്ള കാര്യങ്ങൾ ഈ ഏരിയസ് ഗ്രൂപ്പ് ഏറ്റെടുത്തിരിക്കുകയാണ്. അതൊരു വലിയ കാര്യമാണ്. കാരണം ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ നമ്മൾ പിന്നീടാണ് അറിയുന്നത്. ആ സാറെ കുറിച്ചുള്ളതും അതിൻ്റെ ഏരിയസ് ഗ്രൂപ്പിൻ്റെ വലിപ്പമൊക്കെ അവർ എത്രയോ ചാരിറ്റി മൂവികൾ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. പിന്നെ അത് തന്നെ നമ്മളെപ്പോലെ പുതിയ ആൾക്കാരെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം, ആ അറ്റംപ്റ്റ് നമ്മൾ ഉറപ്പായിട്ടും ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഈ റിസൾട്ട് പറയുന്നത്. കാരണം പുതിയ സംവിധായകനാണെങ്കിലും പുതുമുഖ നടന്മാരാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ ചെയ്യുകയും അത് ജനങ്ങളെ ഏറ്റെടുത്തെന്ന് പറയുമ്പോൾ കേൾക്കാൻ ഒരുപാട് സന്തോഷമാണ്. അതാണ് നമ്മൾ ഈ ഒരു നമുക്ക് സ്വന്തം നാട്ടിൽ വീണ്ടും ജനങ്ങളോട് പറയാനും ആ സിനിമ കാണാനും, സിനിമ കണ്ടിട്ട് ആരും മോശം പറയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും വലിയ സന്തോഷം. കാരണം വലിയ രണ്ടാം വാരത്തിലേക്ക് പോകുന്നത്. നമ്മൾ വിദേശത്ത് 24ഓളം സ്ഥലങ്ങളിലാണ് ഇന്നോടുകൂടി. കാരണം നമുക്ക് എൻ്റെ നാട് തളിപ്പറമ്പ് നടുവിൽ ആ ഒരു ഏരിയയിലാണ്. അപ്പോൾ ഞാൻ താമസിക്കുന്ന തളിപ്പറമ്പാണ്, നടുവിലാണ് എൻ്റെ സ്വന്തം സ്വദേശം. അപ്പോൾ തളിപ്പറമ്പ് ഏരിയയിലും ആലക്കോട് എനിക്ക് തിയേറ്റർ കിട്ടിയിട്ടില്ല. ആദ്യം ഞങ്ങൾ വൻ പ്രൊമോഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പരമാവധി പോസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. എങ്കിൽ പോലും നമുക്ക് കിട്ടാതിരിക്കുമ്പം നമുക്ക് വലിയ ബുദ്ധിമുട്ടൊക്കെ തോന്നി. കാരണം സ്വന്തം വർക്ക് ചെയ്തൊരു പടം. പക്ഷെ അതിലുപരി പയ്യന്നൂർ കളിച്ച് അല്ലെങ്കിൽ നമുക്ക് ആദ്യം കിട്ടിയ 40ഓളം തിയേറ്റേഴ്സ് നല്ല രീതിയിൽ മുന്നോട്ട് പോയപ്പം നമുക്ക് വീണ്ടും അടുത്ത വെള്ളിയാഴ്ചയാണ് സിനിമയുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുക എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട്. അപ്പം ആ വെള്ളിയാഴ്ച വീണ്ടും തിയേറ്റേഴ്സ് കൂട്ടിക്കിട്ടുക, അതോടൊപ്പം തന്നെ സ്വന്തം നാട്ടിൽ നമ്മൾ പ്രദേശത്തേക്ക് വീണ്ടും തിയേറ്റേഴ്സ് കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ട് കാണുന്നു. അപ്പം പ്രേക്ഷകരോട് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, വലിയ സിനിമകൾ ഒരുപാട് നമ്മൾ കാണാറുണ്ട്. നമുക്ക് വലിയ ബഡ്ജറ്റ് സിനിമകൾ നമുക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടാതിരിക്കാറുണ്ട്. നാച്ചുറലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം ആ സിനിമകളോട് കടപിടിക്കരുത്. ഇത് വലിയൊരു ബാഹുബലി പടമല്ല, ഒരിക്കലുമല്ല. പുതിയൊരു സംവിധായകനും അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ 1-2 ആർട്ടിസ്റ്റുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പുതുമുഖങ്ങളാണ്, നവാഗതരാണ്. അപ്പോൾ ആ നവാഗതർ നല്ല ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഒരു ഫലമാണ് ഇന്നിപ്പം ജനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പം ഇന്നിപ്പം കണ്ടിറങ്ങിയ ആൾക്കാരും പറയുന്നത് ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടല്ല വന്നത്, പക്ഷേ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതാണ് പറയുന്നത്. അതിന് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇതിൻ്റെ എല്ലാത്തിനും ഞങ്ങൾക്ക് പറയാനുള്ള സോങ് റോയ് സാറാണ്. കാരണം ഈ സിനിമ നിർത്തുന്നത് നമുക്കറിയാം ഒരു ട്വിസ്റ്റോട് കൂടിയാണ് നിർത്തുന്നത്. ഇവനൊരു ബാക്കിപത്രമുണ്ട്. ആ ബാക്കിപത്രം ജനങ്ങൾ ഈ സിനിമ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലും വലിയ ബഡ്ജറ്റിലാണ് അതിൻ്റെ ബാക്കി ചെയ്യാനിരിക്കുന്നത്. അതും ഈ പറയുന്ന സോഹൻ റോയ് സാർ കയ്യിലാണ് ഇരിക്കുന്ന എല്ലാ കാര്യങ്ങളും. അത് ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നു. കാരണം ആർട്ടിലാണെങ്കിലും ഞങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നത് ഒരു ചെറിയ സ്ഥലങ്ങളിൽ വെച്ചിട്ട് പരമാവധി കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യുക. നമുക്കൊരു ഓഫർ തന്നത് സാറാണ്. നമ്മളെ ഈ സിനിമ ഇത് ശരിക്കും ഒരു ഷോർട്ട് ഫിലിമിലാണ് ഈ സാധനം തുടങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കർണൻ എന്ന് പറഞ്ഞ കഥാപാത്രം അവതരിപ്പിച്ചിട്ടുള്ള അനീഷ് അത് സോഹൻ റോയ് സാർ എടുത്ത് അവതരിപ്പിക്കുകയും അതിൻ്റെ അകത്ത് ഉള്ള സോങ്സ് കാണിക്കുകയൊക്കെ ചെയ്യുമ്പം സാറിന് തോന്നി ഇതിന് ഒരു ആവറേജ് ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ സംവിധായകൻ തന്നെയാണ് ഇതിൻ്റെ സിനിമയുടെ മ്യൂസിക് കൂടി ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഒരു ടാലൻറ്റ് നമ്മൾ മനസ്സിലാക്കണം. കാരണം അരുൺ ബെമ്പാല എന്ന് പറഞ്ഞ ഒരാൾ, അയാൾ സിനിമയിൽ ഇതിനു മുമ്പ് അസിസ്റ്റൻ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സിനിമ പഠിക്കുകയൊന്നും ചെയ്തിട്ടുള്ള ആളല്ല. അതാണ് അതിൻ്റെ അകത്തൊരു പ്ലസ് പോയിന്റ്. സോഹൻ റോയ് സാർ ഇതിൻ്റെ പ്രൊവിഷോയൊക്കെ സ്റ്റേജിൽ നിന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാവർക്കും ഫിലിം സ്കൂളിൽ പഠിച്ചിട്ട്
ഈ സിനിമകൾ എത്താൻ പറ്റില്ല. പക്ഷേങ്കിൽ ടാലൻറ്റ് എന്ന് പറയുന്നത് ഒരു ലിമിറ്റേഷനിൽ ഒതുങ്ങി നിൽക്കുന്നൊരു സാധനമല്ല. അത് എന്തായാലും തള്ളി പുറത്തോട്ട് വരണം. അപ്പം വരാനുള്ളൊരു വഴിയൊരുക്കുക, അതോടൊപ്പം തന്നെ അത് ചാരിറ്റിയിലേക്ക് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് തൊട്ട് തൊഴുതാൽ തീർന്നതല്ല. അതാണ് നമുക്ക് അതിൻ്റെ അകത്തൊരു വലിയൊരു ഇതുള്ളത്. അപ്പോൾ അത് ജനങ്ങൾക്ക് മനസ്സിലാവുകയും ഈ സിനിമ ഏറ്റെടുക്കുകയും ചെയ്തതിൽ ഒരുപാട് സന്തോഷം. നടുവിൽ സ്വദേശി, ഈ അടുത്ത സ്വദേശിയായ എനിക്ക് ഇതിൻ്റെ അത് ആർട്ട് വർക്ക് ചെയ്യും, അതോടൊപ്പം ഒരു കുഞ്ഞു വേഷത്തിലൊക്കെ ചെയ്യാം. കാരണം ഇനിയും വേഷങ്ങളൊക്കെ കിട്ടിയാൽ ഒരുപാട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നതാണ്. ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. 8ഓളം സിനിമകൾ ഞാൻ ചെറിയ ബഡ്ജറ്റ് കുറവ് പടമാണെങ്കിൽ പോലും ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. അപ്പം അത് എൻ്റെ സ്വന്തം നാട്ടിൽ എത്തിക്കാൻ പറ്റിയൊരു മൂവി ഇതായെന്നുള്ളതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇനിയും ഒരുപാട് സിനിമകളിൽ ആർട്ട് വർക്കൊക്കെ ചെയ്ത് നല്ല രീതിയിൽ വരാൻ സാധിക്കട്ടെ എന്ന് ഏജന്റ് ആശംസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ സിനിമയുടെ കർണിക മൂവിയുടെ ആർട്ട് ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. സോഹൻ റോയ് സാറിന്, ഏരിയസ് കമ്പനിക്കും എല്ലാവിധ ആശംസകളും ഏജന്റ് നേരുകയാണ്. അപ്പോൾ കർണിക മൂവി എല്ലാവരും പോയി തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇത് മലയോരത്തിൻ്റെ ആലക്കോട് ഫിലിം സിറ്റിയിലാണ് ഇപ്പോൾ ഇന്ന് മുതൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ കണ്ടിറങ്ങിയവർക്ക് നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ചാരിറ്റി, ഈ സിനിമയിൽ എല്ലാ തുകയും ചാരിറ്റിക്ക് വേണ്ടി ഈ ഗ്രൂപ്പ് വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾ, കുട്ടികൾക്ക് വേണ്ടി അത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് കാണുന്ന എല്ലാ പ്രേക്ഷകരും എന്തായാലും ഇത് കർണിക മൂവി എവിടെയാണെങ്കിലും മലയാളികൾ എവിടെയുണ്ടോ അവിടെ നിന്ന് ഇത് കളിക്കുന്ന തിയേറ്ററിൽ പോയി കാണണം എന്ന് ഒരു അഭ്യർത്ഥിച്ചുകൊണ്ട് ക്യാമറമാൻ ഷിജോ അബ്രാഹിമിനൊപ്പം ശ്രീവേഷ്കർ, ഏജന്റ് ന്യൂസ്. ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് 3 നിലകളിലായി ഓഫറുകളുടെ പെരുമഴക്കാലമായി വരുന്നു തലാൽ മാർക്കറ്റ്. വരൂ, അനുഭവിച്ചറിയൂ വിശാലതയുടെ, വിലക്കുറവിന്റെ, വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ച. സ്നേഹപൂർവ്വം തലാൽ മാർക്കറ്റ്, മെയിൻ റോഡ്, ഇരിട്ടി.